ഹലോ ചങ്കുകളെ, മുത്തുമണീസെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ നമ്മുടെ കേരള സ്റ്റോറി, കേരളക്കാരെ നടക്കാത്തൊരു സംഭവങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു പടമാക്കി അതിൻ്റെ ട്രെയിലർ എല്ലാവരും കണ്ട്, ഞാനും കണ്ട്. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അത് ബീഫ് അണ്ണാക്കിക്ക് കുത്തി കയറ്റിയിട്ട് അപ്പോൾ പറയട്ടോ ബീഫ് നെയ്ക്കാവോगी. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ട്രോളും പറയുന്നുണ്ട് കുറേ പൊറാട്ട നന്നായി തിന്നാന്ന്. അപ്പോൾ ഇതൊന്നും കാര്യമില്ല കേട്ടോ, നമ്മളതിന് പിന്നാലെ പോവേ വേണ്ട, ചിന്തിക്കാൻ വേണ്ട. ഒരു സംഗതി ചേച്ചോന്ന് പറഞ്ഞിട്ട് ഓ ഇത് റിയലാണ്, ഇതിൻ്റെ മോള കഥയാണ്, അതുകൊണ്ട് ഇത് മാക്സിമം പബ്ലിസിറ്റി ആക്കണമെൻ്റെ സംഗതി ചേച്ചി ഭയങ്കര കരച്ചിൽ. നമ്മളിത് ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ അവർക്ക് ഒരു പടം അവർക്ക് ഇറക്കുമ്പോൾ അത് നമുക്ക് ആ പടം ഇറങ്ങിയാൽ തന്നെ നമ്മൾ മലയാളികൾ ഊഹിക്കുമ്പോൾ ഒരുപാട് കോപ്പി ഉണ്ടാവും, അതിൽ ഒരുപാട് കോപ്പി ഉണ്ടാവും, Z വരെ കോപ്പിയാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു കണ്ടൻറ്റ്, അതായത് ഇപ്പോൾ ഫിലിമിന് നല്ലൊരു കണ്ടൻറ്റ് കിട്ടാത്തൊരവസ്ഥയാണ് അവർക്ക്. പിന്നെ കുറച്ചൊക്കെ പിന്നെ കുറച്ച് ബുദ്ധിപരമായി നീങ്ങുന്ന കുറച്ച് ഡയറക്ടർമാരും റൈറ്റേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എഴുതി കൂടെ വിടുക. നമ്മൾ കേരളത്തിൽ അങ്ങനത്തെ സംഭവം നടക്കണമെങ്കിൽ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ ബീഫ് എല്ലാവരും കഴിക്കും, എല്ലാ മതക്കാരും കഴിക്കും. ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ഹിന്ദുക്കളൊക്കെ നല്ല പൊറോട്ട കഴിക്കും. നമ്മൾ മറ്റുള്ളവൻ്റെ ഇത് അവർക്ക് വേണമെങ്കിൽ ആ ബീഫ് വേറെ എടുത്തിട്ട് കല്യാണത്തിന് പോയി. ഞാനും വരെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരായിട്ട് ഞങ്ങൾ സ്കൂള് കട്ട് ചെയ്തിട്ട് കല്യാണത്തിന് പോയി. അപ്പോൾ ഓനക്ക് മതിയായി. അപ്പോൾ ബീഫല്ലേ, അപ്പം അന്നൊന്നും അധികം റേറ്റ് ഇല്ല, 150 രൂപയില്ല എന്നുള്ളൂ. അപ്പോൾ ഓന് ഇടയ്ക്ക് വേണ്ട കഴിഞ്ഞ് കഴിക്കണം, നമുക്ക് പൊതിഞ്ഞൊന്നും കൊണ്ടുവരണ്ട പായ അത് കണ്ട ഞാനാ ഇലല്ല അന്നാണ്ട് വെക്കിച്ച് ഞാൻ തിന്ന്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം എവിടെ കിട്ടണം. ഇനിയിപ്പോൾ ചന്തലിൽ പോയാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. അത് ഇറച്ചിയൂടെ ഏത് മോഡലായിട്ട് അവർ ഉണ്ടാക്കി തന്നാലും നമ്മൾ കഴിക്കും, നമ്മൾ അങ്ങനത്തെ ആളാണ്. അപ്പോൾ ഇതൊന്നും കാര്യമില്ല, ഇവർക്കൊക്കെ അത്ര ഉള്ളൂ. കാരണം ഈ ചാണ തിന്നുന്ന ആൾക്കാർ ചാണ തിന്നുകൊണ്ടിരിക്കുള്ളൂ. കാരണം പശുവിൻ്റെ കുട്ടി പോലും പശുമൂത്രം കുടിക്കണില്ല, അതുപോലെ പാല കുടിക്കണേ. അപ്പം അങ്ങനത്തൊക്കെ ചിന്തിച്ച ആൾക്കാർക്ക് ഇപ്പം കണ്ടില്ലേ, ചൈനത്തൊരു റോബോട്ട് കൊടുത്തിട്ട് 2 ലക്ഷം മേടിച്ച് കൊടുത്തിട്ട് ആകുന്ന ആരും പരിപാടി. ഇവർക്കൊക്കെ എന്താ വരെ ഒന്നും പറയണ്ട. ഒരുത്ത ഹെലികോപ്റ്ററായിട്ട് കളിക്കട്ടെ എന്തൊക്കെ അതിനൊക്കെ അടിച്ചോടിക്കണേ. അതിനൊക്കെ പണ്ടൊക്കെ നമുക്കറിയില്ല, സൗദിയിൽ നിന്ന് നമുക്ക് മറ്റേ കേരളത്തിലേക്ക് എന്തോ ഒരു എന്തോ സാധനം കൊടുത്ത് അതിൻ്റെ മേലെ റിലയൻസിൻ്റെ ഈ സ്റ്റിക്കർ മാറ്റി റിലയൻസിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച ആൾക്കാരാണ് നമ്മൾ ഇന്ത്യക്കാർ. അപ്പോൾ അത്രക്കുള്ള ബുദ്ധി. അപ്പോൾ എത്തിക്കൂടാ ഓക്കെ. അതിന് മേലക്കൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അത് വരിക പോയിക്കോട്ടെ. സാധാരണ വർഷം പൂരം പെരുന്നാളൊക്കെ വരുന്നുണ്ടല്ലോ, വരിക പോയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഇതാണക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ, അതിന് പിന്നാലെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അതിൻ്റെ ഒരു ആവേശം കിട്ടുള്ളൂ. ഇതെന്താ വെച്ചാൽ അവരെ പോയി കാണുള്ളൂ. അപ്പം അതിൻ്റെ ആവശ്യം നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ശരി.